നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ മനീഷ്. CGAGയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്പിരിച്വൽ കൺവെൻഷൻ വിജയകരമായി നടത്തുവാൻ സാധിച്ചു. വ്യക്തവും സ്ഫുടതയുമുള്ള മലയാളവുമായി പാസ്റ്റർ KJ തോമസ് കുമളി അനുഗ്രഹീതമായ പ്രഭാഷണം നടത്തി. തത്സമയ എന്ന മീഡിയയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് ഇത് തത്സമയം വീക്ഷിക്കുവാൻ സാധിച്ചു. അതിന്റെ ചില ദൃശ്യങ്ങളിലേക്ക്. സമർപ്പണത്തോടുകൂടി ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. മലയാള ഭാഷ അല്പം കടുത്തതായി പോയി എന്നുള്ളത് കൊണ്ട് ശരിക്കും മനസ്സിലാകാതെ പോയി എന്ന് പറഞ്ഞവരുണ്ട്. വളരെ അനുഗ്രഹീതമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരം കൺവെൻഷനുകൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. CGAGയിൽ പതിവ് പോലെ ഇപ്രാവശ്യവും ഉപവാസ പ്രാർത്ഥന അനുഗ്രഹീതമായി നടന്നു. വിവിധ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചു. അവസാന ദിവസങ്ങളിൽ ലോഡിംഗ് പാപ്പൻ എന്നറിയപ്പെടുന്ന കോന്നിയിൽ നിന്നുള്ള പാപ്പച്ചൻ പാസ്റ്റർ അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ നടത്തി. പതിവ് പോലെ കഞ്ഞിയും പയറും കഴിച്ച് ഈ തവണയും അവസാനിച്ചു. ഈ വർഷം മുതൽ കിഡ്സ് വേർഷിപ്പ് ആരംഭിച്ചു. കുട്ടികൾ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്യുന്നു. കുരുന്നു മനസ്സുകളെ തിരിച്ചറിയുന്ന അലൻ കിഡ്സ് പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. ഡേവിസിന്റെ മ്യൂസിക് ക്ലാസ് അതിന് വളരെ സഹായമാകുന്നു. അതോടൊപ്പം കന്നഡ വേർഷിപ്പും അനുഗ്രഹീതമായി നടക്കുന്നു. റാണി ടീച്ചറും പാസ്റ്റർമാരായ ജീവൻ, ജയന്ത് എന്നിവർ അതിന് നേതൃത്വം നൽകും. 2013 CGAG യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഓർഫനേജ് വിസിറ്റ് നടത്തി. ലക്ഷ്മിപുരയിലുള്ള സ്നേഹസദനിൽ അവിടുത്തെ കുട്ടികളോടും പ്രായമേറിയ മാതാപിതാക്കളോടുമൊപ്പം ചില സമയങ്ങൾ ചെലവഴിക്കുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുവാനും സാധിച്ചു. എല്ലാ സഭാചാരങ്ങളും ഇതിൽ പങ്കെടുത്തു. തുടർന്നും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വർഷം 10th പരീക്ഷ എഴുതിയ ആശ, ബസലേൽ, സോഫി എന്നിവർ ഉന്നത വിജയം നേടി. PUC പരീക്ഷയിലും നീസൻ, ഷിജിൻ എന്നിവർക്കും മികച്ച വിജയം ലഭ്യമായി. 2013 CGAGയിൽ നിന്നും ക്രിസ്മസ് കരോൾ സർവീസ് നടത്തി. വിവിധ ഭാഗങ്ങളിൽ ദൈവമക്കൾ കടന്നു ചെന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അറിയിച്ചു. അത് എത്രത്തോളം വിജയകരമായിരുന്നു എന്നറിയില്ല. എന്തായാലും 2014 അങ്ങനെ ഒരു ശ്രമം നടന്നില്ല. CGAGയിൽ നിന്നും ഒരു ഉല്ലാസയാത്ര പോയി. നെലമംഗലയ്ക്കടുത്തൊരു റിസോർട്ടിലേക്കാണ് പോയത്. പ്രായഭേദമന്യേ ഏവർക്കും ഒരു അടിച്ചുപൊളി ട്രിപ്പായിരുന്നത്. മാത്രമല്ല ഇത് 50% ഡിസ്കൗണ്ടിലാണ് പോയത്. ഇതിന്റെ ചില അടിച്ചുപൊളി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം.
മുൻകാലങ്ങളിൽ ഹിന്ദു മതത്തിൽ നിന്നും പരിവർത്തനം നടത്തിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വിവിധ ഹിന്ദു സംഘടനകൾ നടത്തുന്ന ഗർ വാപ്പസിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. CGIGയുടെ പാസ്റ്ററും AGയുടെ പ്രസ്ബിറ്ററും കൂടിയായ പാസ്റ്റർ തോമസ് C. എബ്രഹാമിന്റെ വാക്കുകളിലേക്ക്. പരിവർത്തനം വന്നവരെ പൂർവിക മതത്തിലേക്ക് തിരിച്ചെടുക്കുക എന്ന ആശയം കേൾക്കാൻ ഭയങ്കര രസമാണെങ്കിലും നടപ്പിലാകാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറഞ്ഞ പക്ഷം മതം എന്ന് പറയുന്നത് തിരിച്ചറിവുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. നമ്മുടെ ഭാരതം ഈ രൂപത്തിൽ ആകുവാൻ കാരണം ബ്രിട്ടീഷുകാരാണെന്നുള്ളത് പലരും മറന്നുകൊണ്ടാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശത്ത് നിന്ന് മിഷണറിമാർ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിക്കുകയും പള്ളികൾ, പള്ളിക്കൂടങ്ങൾ ഒക്കെയും ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് അക്ഷരാഭ്യാസമുള്ളവരായിട്ട് ജനങ്ങൾ തീരുവാനിടയായത്. അവരായുധം ഉപയോഗിച്ച് ഇന്ത്യയെ ഒരു രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചവരല്ല. എന്നാൽ ഇന്ന് മതഭ്രാന്ത് പിടിച്ചവരായ ചിലരെ ഈ സത്യം മറന്നിട്ടാണോ അതോ അത് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ ഇപ്പോഴത്തെ ഈ പരിപാടി നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. നാം ഇന്ത്യയെ സ്നേഹിക്കണം. ഇന്ത്യ നശിക്കാതിരിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. മതഭക്തി വഴിതെറ്റി മതഭ്രാന്തരായി തീരാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഹോദരന്മാരുടെ നമ്മുടെ ദൗത്യമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി പാസ്റ്റർ. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന പാസ്റ്റർ മനോജ് CV ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യൻ ക്രൈസ്തവ ജനതയുടെ തുടക്കം അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള അനേക വിഷയങ്ങളിൽ ഏറ്റവും പുതിയത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഗർഭാപ്പസി. പക്ഷേ ഈ ഒരു വിഷയം ഇന്ത്യൻ ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയോ ഒരു ഭയപ്പെടുത്തലോ അല്ല. കാരണം യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യേശുവിനോടുള്ള ആ തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഈ ഒരു വിഷയങ്ങളൊന്നും നമ്മെ തന്നെ ബാധിക്കുകയില്ല. കാരണം ഇതൊന്നും സുവിശേഷം അറിയിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെയൊക്കെ ജയിച്ച ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നാം ജയിച്ചവരായതുകൊണ്ട് ഇതിനേക്കാൾ നല്ല ഒരു വീട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ഒരു വീട്ടിലേക്ക് നമുക്കൊരു മടങ്ങിപ്പോക്ക് ഇല്ല. ദർ ഈസ് നോ ടേണിംഗ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചത്. സോ പ്ലീസ് ഗോ ത്രൂ ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 15 and 16. വളരെ നന്ദി പാസ്റ്റർ മനോജ് CV. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറിമുറിച്ച ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ലോകത്തിന്റെ വിരിമാറിലൂടെ ഒഴുകിയ സമാധാനത്തിന്റെ രക്ഷയുടെ സന്ദേശമായ നദിയാണ് സുവിശേഷം. അതിനെ തടുക്കുവാൻ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ഒരു സംഘടനകൾക്കോ സാധ്യമല്ല. ഇത് ദൈവിക സത്യമാണ്. മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത പാസ്റ്റർ തോമസ് C. എബ്രഹാമിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനമാണ്. ദോഹ, ഖത്തർ, ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിഗ്രഹീതമായ മീറ്റിങ്ങുകൾ നടത്തി മടങ്ങി വന്നു. അവിടെ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ലൈനിൽ ചേരുന്നു. ജെറോം, എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ? മനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മസാമെ സ്ട്രീറ്റ് ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിലാണ്. ഇവിടെ അദ്ദേഹം 1 മാസത്തോളം ഉണ്ടായിരുന്നു. ഏകദേശം 10-15 മീറ്റിങ്ങുകൾ തന്നെ ഈ ചർച്ചിൽ ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റെന്തെങ്കിലും മീറ്റിങ്ങുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവോ അവിടെ? തീർച്ചയായും മനീഷ്, ഇത് കൂടാതെ 10-15 മീറ്റിങ്ങുകൾ വേറെ ചർച്ചിൽ ലഭിച്ചു. ജെറോം, അവിടുത്തെ മീറ്റിംഗിന് ശേഷം ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? മനീഷ്, വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അനേക ദൈവമക്കൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം വീണ്ടും ശ്രവിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ഇനിയും അദ്ദേഹത്തെ അവിടെ വിളിക്കുവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും മനീഷ്, അദ്ദേഹത്തെ വീണ്ടും വിളിക്കുമെന്ന് തോന്നുന്നു. നന്ദി ജെറോം. അവിടെ നിന്നും അദ്ദേഹം ദുബൈയിലേക്കാണ് പോയത്. അവിടെ 2 ദിവസത്തെ മീറ്റിംഗിന് ശേഷം അദ്ദേഹം തിരികെ ബാംഗ്ലൂർക്ക് മടങ്ങി വന്നുവെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ശാസ്ത്രം വളരെ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ വിക്ഷേപിച്ച മംഗളയാൻ വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. ഇന്ത്യയിൽ 4G ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ പാസ്റ്റർ തോമസ് C. എബ്രഹാം തോമസ് ഒളശ എന്ന പഴയ പേരിൽ ഫേസ്ബുക്കിൽ ലോഞ്ച് ചെയ്തു. തൻ്റെ പ്രൊഫൈൽ പിക്ചറായി സഹധർമ്മിണിയോടൊപ്പമുള്ള മനോഹരമായ ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ന്യൂസ് അവറിന് വക ഒരു ഉഗ്രൻ ലൈക്ക്. ഊണിലും ഉറക്കത്തിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കാലത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്.
ഉറക്കത്തിൽ വാട്സപ്പ് ഉപയോഗിച്ചാൽ എങ്ങനെ ആപ്പിലാകുമെന്ന് CGAG ഗ്രൂപ്പ് അഡ്മിൻ അലൻ ഈയിടെ തെളിയിച്ചു. അബോധാവസ്ഥയിൽ വാട്സപ്പ് ഉപയോഗിച്ച അലന് പറ്റിയൊരു കയ്യബദ്ധം CGAG ഗ്രൂപ്പ് അകാലത്തിൽ പൊലിഞ്ഞു. ലോകമെമ്പാടുമുള്ള ഗ്രൂപ്പ് അംഗങ്ങളിൽ ഇത് വലിയ ആശങ്ക ഉളവാക്കി. എങ്കിലും മികച്ച രീതിയിൽ തന്നെ പുതിയ ഗ്രൂപ്പ് നിലവിൽ വന്നു. ഉദ്യാന നഗരിയായ ബാംഗ്ലൂരിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം തണുപ്പ് സഹിക്കവയ്യാതെ കാറിന്റെ പെയിന്റ് മാറ്റി തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർ. അതെ മനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെസറഘട്ടം മെയിൻ റോഡിലെ MA അലേർട്ടിലാണ് മനീഷ്. സംഭവ സ്ഥലത്ത് നിന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനീഷ്. ഈ സ്ഥലത്തെ ഒരു വിശേഷത എന്തെന്ന് വെച്ചാൽ ഈ കാറാണ് മനീഷ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തു മനീഷ്. ഒരു മലയാളി താൻ ബാംഗ്ലൂരിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ കാറിന് കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നു. അതാണ് മനീഷ് ഈ സ്ഥലത്തെ ഒരു പ്രത്യേകത മനീഷ്. എത്രത്തോളം ഇതിന്റെ വിജയം എത്രത്തോളമാണ്, ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും മനീഷ്, ഇത് വളരെ വിജയകരമാണ് മനീഷ്. നോക്കൂ, ഈ കാറിലേക്ക് നോക്കൂ മനീഷ്. ഇതിൻ്റെ കറുത്ത നിറം നോക്കൂ മനീഷ്. ഈ കാറിൻ്റെ ആ കറുത്ത നിറം കണ്ടിട്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപയോഗം കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ പോലും വീടിൻ്റെ ഗേറ്റിനും അതുപോലെ തന്നെ ബൈക്കുകളിലും അതുപോലെ തന്നെ സൈൻ ബോർഡ് വരെ കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് മനീഷ്. തീർച്ചയായും ഇത് വിജയകരമാണ് മനീഷ്. അതുപോലെ തന്നെ ഈ കറുത്ത പെയിൻ്റ് അടിച്ചേക്കുന്നതിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ കറുത്ത പെയിന്റ് ചൂടിനെ അബ്സോർവ് ചെയ്യുന്നതാണ് മനീഷ്. അതുകൊണ്ട് ഇത് തീർച്ചയായും വിജയകരമാണ് മനീഷ്. മുമ്പ് ഈ കാറിന്റെ അവസ്ഥ എന്തായിരുന്നു ജീവൻ? ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? മുമ്പ് ഈ കാറ് സ്വർണ്ണ കളറിലായിരുന്നു മനീഷ്. സ്വർണ്ണ കളർ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ കളർ മനീഷ്. ഈ കാറിന് ഉടമസ്ഥ CGAG എന്ന് പറയുന്ന ചർച്ചിൻ്റെ ഇംഗ്ലീഷ് പാസ്റ്ററും അതുപോലെ തന്നെ ആചാര്യ കോളേജിൻ്റെ പ്രൊഫസറുമാണ് മനീഷ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീമാൻ ബെഞ്ചമിൻ എബ്രഹാം മനീഷ്. ജീവൻ, അദ്ദേഹത്തിന് ഈ ആശയം എവിടെ നിന്ന് ലഭിച്ചു? മുമ്പ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? മനീഷ്, മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മനീഷ്. എന്നാൽ തന്നെയും വിദേശ രാജ്യങ്ങളിൽ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കിപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മനീഷ്. അതുമല്ല, ഈ കാറിൻ്റെ ഉടമസ്ഥൻ ശ്രീമാൻ ബെഞ്ചമിൻ അവർകൾ പഠിച്ചതും വിദേശ രാജ്യങ്ങളിലായിരുന്നുകൊണ്ട് തനിക്ക് അവിടെ നിന്നായിരിക്കും ഈ ഐഡിയ ലഭിച്ചത്. എങ്കിൽ ജീവൻ, ഇന്ത്യയിലെ തണുപ്പുള്ള സ്ഥലങ്ങളിലും ഇത്തരം ആശയങ്ങൾ നടപ്പാക്കാവുന്നതല്ലേ? അതിന് എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായും മനീഷ്, ഇത് വെളിയിൽ വന്നതോടെ തന്നെ നമ്മുടെ സർക്കാർ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് മനീഷ്. ഇതൊരു പദ്ധതിയാക്കി തീർക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം. നമ്മുടെ സർക്കാർ ഇതിനുവേണ്ടി സബ്സിഡി വരെ ആനുകൂല്യമായി കൊടുക്കാൻ തയ്യാറാണ് മനീഷ്. റേഷൻ കടയിലും അതുപോലെ തന്നെ മാവേലി സ്റ്റോഴ്സിലും ഓരോ ലിറ്റർ പെയിൻറ്റിന്, കറുത്ത പെയിൻറ്റിന് 10 രൂപ എന്നുള്ള വിലയിൽ കൊടുക്കുന്നതാണ് മനീഷ്. തീർച്ചയായും സർക്കാർ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു മനീഷ്. എന്തായാലും മനീഷ്, ഇത്രയും നല്ലൊരു ആശയം ലോകത്തിന് തുറന്നു കൊടുത്തതായ ശ്രീ ബെഞ്ചമിൻ അവർക്ക് നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജീവൻ, വളരെ നന്ദി വിവരങ്ങൾക്ക്. ബാംഗ്ലൂരിലെ തണുപ്പ് സഹിക്കവയ്യാതുള്ള സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ മറ്റൊരു ഭാഗത്ത് അതിന് വിപരീതമായ ഒരു സംഭവം നടന്നു. ചൂട് സഹിക്കവയ്യാതെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. അവിടെയും എത്തി ഞങ്ങളുടെ റിപ്പോർട്ടർ. അവിടെ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ഫെബിൻ ലൈനിൽ ചേരുന്നു. ഹലോ ഫെബിൻ, എന്താണ് അവിടെ നടന്നിട്ടുള്ള സംഭവം? അതെ മനീഷ്, വളരെ വ്യക്തമാണ്. ഞാനിപ്പോൾ ചൊക്കസാത്തറ ഗ്രേസ് ഏജ് ചർച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ ചൂട് കൂടുതലായതിനാൽ 2 ടിന്നിൻ്റെ 4 AC ചർച്ചിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചൂട് അസഹനീയമാണ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് മനീഷ്. എന്താണ് ഫെബിൻ അവിടെ AC വെച്ചതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെ മനീഷ്, നമുക്കിവിടെ ഇതിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല. ഇത് 4 AC ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പുരുഷന്മാരുടെ ഭാഗത്താണ്. നമുക്ക് 4 AC പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് മനീഷ്. അതെന്താണ് പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രം വെച്ചിരിക്കുന്നത്? സ്ത്രീകളോട് എന്തെങ്കിലും അവഗണന, അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ പേരിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? മനീഷ്, ദുരൂഹതകളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിന് കാരണമായി ഇവിടെ CGAG വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പുരുഷന്മാർക്കാണ് അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ആത്മാവിലും ചൂട് കൂടുതൽ. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ ഭാഗത്ത് 4 AC ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കാണിക്കുന്ന വേറൊരു വസ്തുത കൂടെയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്താണ് ഒരു പക്ഷേ ഈ AC ഫിറ്റ് ചെയ്തിരുന്നു എങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനീഷ്. AC-കളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണോ? അതിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു?
അതെ മനീഷ്, ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള 4 AC-കളും വളരെ പ്രവർത്തന സജ്ജമാണ്. അത് 4 AC-കൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുമാണ്. എന്നാൽ തന്നെ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. 4 AC-കൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ AC-ക്ക് നല്ല തണുപ്പാണ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളും വളരെ നല്ല തണുപ്പ് അനുഭവപ്പെടും. പക്ഷേ ഇത് അവസാനിക്കുന്നത് മെയിൻ സ്വിച്ച് പുകയുന്നതിലാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് മനീഷ്. അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടുവാനുള്ള സജ്ജീകരണങ്ങൾ അവിടെയുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? തീർച്ചയായും മനീഷ്, ഇവിടെ അടിയന്തര സംഭവങ്ങൾ അഥവാ ഉണ്ടായാൽ തന്നെ അത് നേരിടാൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. അഥവാ ഇത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ തന്നെ ഈ ലാസ്റ്റ് വരിയിലിരിക്കുന്ന ഷൈൻ ബ്രദർ അതുപോലെ തന്നെ തോമസ് ബ്രദർ ഇവർ ഹോളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളവുമായിട്ടാണ് ഇവർ കടന്നു വരുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഥവാ മെയിൻ സ്വിച്ച് പുകയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് ഇവർ ബക്കറ്റിൽ വെള്ളമായിട്ട് വരുന്നത്. കൂടാതെ ഇതിന് റിമോട്ട് 4 AC-കളുടെ റിമോട്ട് സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യേകം നിർമ്മിച്ച ഒരു സ്റ്റാൻഡിലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കലായി എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട്സ് അതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് നിയന്ത്രിക്കാനായി നമ്മുടെ ഇലക്ട്രിക് വിദഗ്ധനായ മിസ്റ്റർ മോഹൻ ബ്രദറിൻ്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഇത് 4 AC-കളും തന്നെ നിയന്ത്രിക്കാനായി ഇവിടെ നൂതന പരിശീലനം ലഭിച്ച വിദഗ്ധരായ ആൾക്കാരാണ് ഈ ചർച്ചിൽ ഉള്ളത് മനീഷ്. അതെ, വളരെ താല്പര്യമുളവാക്കുന്നതാണ് അവിടുത്തെ വിവരങ്ങൾ. പറയൂ ഫെബിൻ, എന്തൊക്കെയാണ് അവിടെ ഈ AC വെച്ചതിന് ശേഷമുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിശദീകരിക്കാമോ? അതെ മനീഷ്, ഇവിടെ ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ളൂ ഈ AC-കൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട്. എന്നിരുന്നാൽ തന്നെ വളരെയധികം മാറ്റങ്ങളാണ് ഈ ചർച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി ഇവിടെ മുടങ്ങിക്കിടന്നിരുന്ന CA അതേപോലെ സൺഡേ സ്കൂൾ വാർഷികം നടക്കുവാനിടയായി. അതേപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ മാത്രം സഭയിൽ കടന്നു വരുന്ന സിബിൻ ബേബി എന്ന വ്യക്തി എല്ലാ ആഴ്ചയിലും ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ CGH വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വിശ്വാസികൾ ഈ ചർച്ചിൽ വന്ന് ആരാധന കൂടുന്നു എന്നാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് കുട്ടികൾ വളരെയധികം ഈ ചർച്ചിലേക്ക് കടന്നു വരുന്നു. ഇതിന് കാരണമായിരിക്കുന്നത് പാസ്റ്റർ ഷൈൻ ഡാനിയൽ ആൻഡ് ഫാമിലിയാണ്. ഇവരുടെ സ്വന്തമായി ഒരു കോളേജ് ഉണ്ട്. അവിടെ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ കടന്നു വരുന്നത്. ഇതിന് ഷൈൻ ആൻഡ് ഫാമിലി വളരെ അവർ മുൻതൂക്കം കൊടുക്കുകയും ബസ് അറേഞ്ച് ചെയ്യുകയും കുട്ടികളെ ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് കുട്ടികൾ തിരിച്ച് ഇവരുടെ കോളേജിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പാസ്റ്ററായ ശ്രീ ബെഞ്ചമിൻ സാർ ഇവർക്ക് മധുരകരമായ ഒരു ടാറ്റ കൊടുത്താണ് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മനീഷ്. ന്യൂസ് അവറിന് വേണ്ടി ക്യാമറമാൻ ജെഫിനോടൊപ്പം റിപ്പോർട്ടർ ഫെബിൻ. വിവരങ്ങൾക്ക് പ്രത്യേക നന്ദി ഫെബിൻ. വളരെയധികം താല്പര്യമുളവാക്കുന്ന ഒരു വസ്തുതയാണ് അവിടെ നടന്നത്. മറ്റു സഭകൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത്രയും വിജയകരമായ ഒരു ആശയം കൊണ്ടുവന്നവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ CGH ന്യൂസ് ചാനലിൻ്റെ വക. തത്സമയ എന്ന മീഡിയയിലൂടെ വളർന്ന ജീവൻ ഒരു പ്രൊഫഷണൽ ക്യാമറാമാനായി മാറി. ഈ അടുത്ത സമയത്ത് ജീവൻ ഒരു ഡോക്യുമെൻ്ററിയുടെ ക്യാമറാമാനായി പ്രവർത്തിച്ചു. എന്തായാലും ആ ഡോക്യുമെൻ്ററി ഇതുവരെ വെളിച്ചം കണ്ടില്ല. അത് കാണുവാൻ ആയിരങ്ങൾ കണ്ണും നട്ട് കാത്തിരിക്കുന്നു. മാത്രമല്ല, ക്യാമറാമാന്മാരുടെ പറുദീസയായ ചെന്നൈയിലെ കോടമ്പാക്കത്ത് ഈ അടുത്ത ദിവസം ജീവൻ വർക്കിന് പോയി ജീവനോടെ തിരിച്ചെത്തി. ജീവന് പ്രത്യേക അഭിനന്ദനങ്ങൾ. വന്യമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നും ഈയിടെ നമ്മുടെ ജിയോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒറ്റയ്ക്കൊരു കാട്ടിൽ കാട്ടുപോത്തിൻ്റെ മുമ്പിൽ കുടുങ്ങിപ്പോയ ജിയോ സർവ്വശക്തിയുമെടുത്ത് ധൈര്യം കൈവിടാതെ കാട്ടുപോത്തിന് നേരെ വിപരീത ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കാട്ടുപോത്തിനെ പോലും ഞെട്ടിക്കുന്ന ഓട്ടമായിരുന്നു അത്. ഈ കാട്ടുപോത്ത് പിന്നാലെ ഉണ്ടെങ്കിൽ അടുത്ത ഒളിമ്പിക്സിൽ വേഗക്കാരനായ ഉസൈൻ ബോൾട്ടിനെ നിസ്സാരമായി തോൽപ്പിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഈ അനുഭവം ജിയോ വിവരിക്കുന്നു. വികൃതമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആനയുടെ വലുപ്പമുള്ള ഒരു പോത്ത് നേരെ മുന്നിൽ കയറി ചെല്ലുകയും ഈ പോത്തിനെ ഇവൻ മുഖാമുഖം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പോത്തിന് സ്റ്റക്ക്, അവനെ സ്റ്റക്ക് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ പോത്തൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീങ്ങിയാൽ തീർന്നു, സകല കഥ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാക്കി ചെയ്ത് ഒരു കല്ലെടുത്ത് ഈ പോത്തിനെ എറിഞ്ഞപ്പോഴത്തേക്കിന് ഇത് എൻ്റെ നേരെ നോക്കി. പറഞ്ഞാൽ ഞാൻ ഇട്ടിരുന്ന ഒരു ചുമല ടീഷർട്ടാണ്. ഈ ടീഷർട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീശി, ഞാൻ ഊരിയെടുത്ത് വീശിയപ്പോഴത്തേക്ക് പോത്ത് എൻ്റെ നേരെ തിരിഞ്ഞു വന്നതും ഞാൻ തിരിഞ്ഞൊരൊറ്റ ഓട്ടം താഴോട്ട് ഓടാൻ തുടങ്ങി. മേളിൽ ഇരുന്നുകൊണ്ടൊക്കെ ഒരു കാപ്പിയുടെ മേളിൽ ഒരു ചേട്ടൻ കയറിയിരിപ്പുണ്ട് പേടിച്ചിട്ടേ പോത്തിനെ കാണാൻ. ആ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ നീ ടീഷർട്ട് കളഞ്ഞാലില്ലെങ്കിൽ അത് കുത്തും, ടീഷർട്ട് കളഞ്ഞാലില്ലെങ്കിൽ അത് കുത്തും എന്ന് പറഞ്ഞു. ഞാൻ താഴോട്ട് ഓടുന്ന വഴിക്ക് തന്നെ ഞാൻ ടീഷർട്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ കുത്തി അകത്തോട്ട് കയറ്റി അങ്ങ് വെച്ചു, ഈ പാൻറ്റിൻ്റെ പുറകിലേക്ക്. പക്ഷേ
എൻ്റെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഈ ടീഷർട്ട് കുറച്ച് വെളിയിലേക്ക് ഇങ്ങനെ കൊടിമരം പോലെ താന്ന് കിടക്കുക. ഇത് കണ്ടുകൊണ്ട് പോത്തെൻ്റെ പുറകെ വരികയാണ്. ഞാൻ ഓട്ടം. അവസാനം ഏതായാലും ഭാഗ്യത്തിന് ഒരു വേലി ഒരു തിട്ടിലും എല്ലാം കൂടെ വലിയൊരു കെട്ട താഴോട്ട്. ഞാൻ ഈ വേലി പൊളിച്ച് തിട്ടിലെ താഴോട്ട് ചാടി. പെട്ടെന്ന് തൊട്ട് താഴെ ഈ തിട്ടിലിൻ്റെ തൊട്ട് താഴെ ഒരു താഴോട്ടൊരു കുഴിയാണ്. ആ കുഴിയിലൊരു വീട് ഇരിപ്പുണ്ട്. ആ വീട് ഓടിട്ട ഒരു വീടാണ്. ആ ഓടിൻ്റെ മുകളിലേക്ക് ഞാൻ ചാടിയും കയറി. ഇല്ലായിരുന്നെങ്കിൽ എന്നെ പോത്ത് കുത്തിയാനെ. അല്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ടും ഞാനും പോത്തിൻ്റെ അടിയിൽ ഇന്നിപ്പോൾ ഇത് പറയാൻ നിങ്ങളുടെ മുന്നിൽ കാണത്തില്ലായിരുന്നു. എന്നാൽ അത് കാട്ടുപോത്തല്ല, കൊമ്പിനതിലെ നീളമുള്ളൊരു മുട്ടനാടായിരുന്നു അതെന്നാണ് വനപാലകർ പറയുന്നത്. എന്തായാലും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങളിവിടെ ചില ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തുന്നു. സ്വന്തമായി 220 പൾസറും ഡബിൾ കോട്ട് കട്ടിലുമുള്ള വീണ്ടും ജനനം പ്രാപിച്ച സുന്ദരനായ യുവാവ് സിബിൻ ബേബി. ബികോം ഫസ്റ്റ് ക്ലാസ്, ഡിമാൻഡുകളില്ല. മറ്റൊരു വരൻ ഡേവിസ് എബ്രഹാം. സ്വന്തമായി ജോലിയും ബിസിനസ്സും ഉണ്ട്. സുന്ദരനും സുമുഖനും സർവോപരി സർവകലാ വല്ലഭനുമാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ബുള്ളറ്റ് ബൈക്കുമുണ്ട്. ബിരിയാണി വയ്ക്കുവാൻ അറിയുന്ന പെൺകുട്ടികൾക്ക് മുൻഗണന. മാത്രമല്ല, വിവാഹം തത്സമയിലൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വീക്ഷിക്കാവുന്നതുമാണ്. അടുത്ത വരൻ ജിബിൻ വർഗീസ് കോശി. വിദേശത്ത് ജോലിയും സ്വന്തമായി നിസാൻ കാറുമുണ്ട്. 2 ബിരുദാനന്തര ബിരുദം ഉള്ള വ്യക്തിയാണ്. ഇത് അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ ഫോട്ടോയാണ്. ഇത് കാണിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ലേറ്റസ്റ്റ് ഫോട്ടോ ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ ഉടൻ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ജെഫിൻ വർഗീസ് കോശി, ആചാര്യ കോളേജ്. നിർത്തിട്ട് പോ. ഒന്ന് പോരാപ്പാ. ഹലോ, മോണിച്ചൻ ലിഫ്റ്റ് സർവീസസ്. ഞാനിപ്പോൾ ഷെട്ടിയലയിലാണ് നിൽക്കുന്നത്. എനിക്കൊരു ലിഫ്റ്റ് വേണമായിരുന്നു. ചേട്ടാ, ഒരു ലിഫ്റ്റ്. അയ്യോ ചേട്ടാ, ഇതല്ല. അനേകർ ഉയരങ്ങളിൽ എത്തിച്ചതും അതേ വേഗത്തിൽ താഴെ എത്തിച്ചതുമായ ഉത്തരവാദിത്തത്തോടു കൂടി ലിഫ്റ്റുകൾ വെച്ചു കൊടുക്കുന്ന ഷെട്ടികളിലെ ഏക വ്യക്തി. വാദമുള്ളവർക്കും കാൽമുട്ട് വേദനയുള്ളവർക്കും ശാശ്വത പരിഹാരം. തിക്കണ്ട തിരക്കണ്ട കാത്തു നിൽക്കണ്ട. മോനിച്ചന്റെ മാന്ത്രിക വിരലുകളാൽ നിർമ്മിച്ചത് വിധാന സൗദ, കുത്തബ് മിനാർ, മന്ത്രി മാൾ, ബുർജ് ഖലീഫ, UB സിറ്റി, ITPL, CGAG ഹെഡ്ക്വാർട്ടേഴ്സ്. മോനെ അച്ഛാ. മോണിച്ചൻ ലിഫ്റ്റ് സർവീസസ് ഷെട്ടിയലി. ഈ വർഷത്തെ ഏറ്റവും വിവാദമായ വാർത്തയിലാണ് നാം എത്തി നിൽക്കുന്നത്. CGAGയിൽ നിന്നും ഇറങ്ങുമെന്ന് പ്രഖ്യാപനം വന്നിട്ട് നാളുകളായ സുവനീറിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ഇന്നിവിടെ നടക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത് സുവനീറിൻ്റെ ചീഫ് എഡിറ്ററും CA സെക്രട്ടറിയുമായ ശ്രീ അജിത് ജോയും മറുഭാഗത്ത് കലയുടെ നിറകുടമായ ശ്രീ ഡേവിസ് എബ്രഹാമുമാണ്. ഇവരെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സുവനീർ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല, എന്താണ് ഇതിന് കാലതാമസമെന്ന് ശ്രീ അജിത് ജോയ് താങ്കൾക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഇതാണ്. ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഇറങ്ങാത്തത്. ഇത് കിട്ടിയാൽ ഉടൻ ഇറക്കിയിരിക്കും. അത് മാത്രമല്ല, ഇത് ഇറങ്ങണമെന്ന് നിങ്ങൾ എൻ്റെ മാത്രം ഇത് പോരല്ലോ, നിങ്ങളുടെ ഇത് വേണമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു ഇത് അല്ല. ഇത് സുവനീറിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് വളരെ കൂടുന്നുണ്ട്. സുവനീറിനെ കുറിച്ച് സംസാരിച്ചാൽ. അതെ, അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് സോനി ഇറക്കാത്തത് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. സാങ്കേതികമായ കാരണം എന്ന് പറയുമ്പോൾ താങ്കളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതാണോ സാങ്കേതികമായ സാങ്കേതിക തടസ്സങ്ങൾ എന്താണ് സാങ്കേതിക തടസ്സങ്ങൾ? അജിത് ജോയ് പറഞ്ഞു. തീർച്ചയായിട്ടും ഡേവിസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ കൈ ലഭിച്ചിരിക്കുന്ന ഈ ബൈബിൾ ഇറങ്ങിയത് 1600 പരം വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്രയും വർഷങ്ങൾ എടുക്കേണ്ട സൂനി ഇറക്കാൻ. നിങ്ങൾക്ക് 1600 വർഷമാണോ ഒരു സൂവിനെ ഇറക്കാൻ? ബാലരമയും പൂമ്പാറ്റയും കളിക്കുടുക്കയൊക്കെ ആഴ്ചയിൽ ഓരോന്ന് ഇറങ്ങുന്നുണ്ട്. ഞങ്ങള് ലേഖനം മൊത്തം കൊടുത്തിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇറക്കാൻ സാധിക്കുന്നില്ല? ഒരു നിമിഷം, ഇവിടെ എന്താണ് ഇത്തരം ആരോപണങ്ങളുടെ പ്രസക്തി? ഇത്തരം ഒരു കാലതാമസം ആവശ്യമാണോ? അതോ ബാലരമയും പൂമ്പാറ്റയും പോലെ ആഴ്ചയിൽ അത് ദിവസങ്ങൾ കൊണ്ട് തയ്യാറാക്കാവുന്നതാണോ
സുനീർ. അജിത് ജോയ്, താങ്കളുടെ വിശദീകരണം ആവശ്യമാണ് ഇതിലേക്ക്. അതെ ഡേവിസ്, താങ്കൾ ഇപ്പോഴും ബാലരമയുടെ കളിക്കടുക്കുള്ള നിലവാരത്തിലാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. അത്തരം ഒരു നിലവാരത്തിൽ സുനി ഇറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഊന്നി 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 പറയുന്നു. ഇത് അധികം ഊന്നണ്ട, നാളെയും നമുക്ക് ആവശ്യമുള്ളതാണ്. 10ാം ക്ലാസ്സും കുസ്തിയും മാത്രം പാസ്സായ നിങ്ങൾ ഞങ്ങളുടെ നിലവാരത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഡേവിസ് ശ്രദ്ധിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം. ഇത് വ്യക്തികളെ മുറിവേൽപ്പിക്കുവാനുള്ള ഒരു വേദി അല്ല. ഇവരും ഇവരുടെ എഡിറ്റോറിയൽ ബോർഡിലുള്ളവർക്ക് 10ാം ക്ലാസ്സും കുസ്തിയും പോലും ഇല്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അത് ഇവിടെ ആവശ്യമായത് സുവനീറിന് എന്ത് സംഭവിച്ചു, ലേഖനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ലേഖനങ്ങൾ എവിടെ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. അതിലേക്ക് മടങ്ങി വരാം. ഈ ചർച്ചയിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ ചർച്ചയിൽ നിങ്ങളും തത്സമയം പങ്കെടുക്കാം. ഇപ്പോൾ ഷെട്ടികളിൽ നിന്നും സിന്ധു ലൈനിൽ ചേരുന്നു. ഹലോ സിന്ധു, കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. അതെ, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അതെ, നിങ്ങൾക്ക് പറയാം. അതെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, പറയൂ. എനിക്ക് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഒരു കുടുംബമുണ്ട്, എനിക്കൊരു ഭർത്താവ്, 2 കുഞ്ഞുങ്ങള്, പിന്നെ മുയല്, പൂച്ച, ചെടികൾ. ഇതിന്റെ ഇടയ്ക്ക് നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഉറക്കളച്ചിരുന്നാണ് ലേഖനം എഴുതി കൊടുത്തത്. ഞാൻ ഈ പഠിത്തം ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു പല്ലു ഡോക്ടറായി മാറിയേനെ. ഞാൻ അതുപോലും ചെയ്യാതെ അന്നത്തെ സമയത്ത് കഷ്ടപ്പെടാതെ ഇപ്പൊ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അതിനെപ്പറ്റി യാതൊരു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. എനിക്ക് പറയണം, എനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സത്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശരി, നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് മറിച്ച് വിറ്റതാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുവാൻ ഡേവിസ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അതൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേവിസ് പറയുന്നത് സത്യം. കാരണം ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ്, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഇത് ഇറങ്ങുമോ ഇല്ലയോ സംശയമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് സംശയമാണ്, ഇത് ഇറങ്ങുമോ ഇല്ലയോ. അതെ, നന്ദി സിന്ധു, നിങ്ങളുടെ വികാരം മനസ്സിലാകുന്നു. ഈ സുനീർ ഇറങ്ങുമോ ഇല്ലയോ എന്ന നിങ്ങളുടെ സംശയത്തിന് മറുപടി ഇപ്പോൾ തന്നെ ലഭിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ അജിത് ജോയ്, താങ്കൾക്ക് മനസ്സിലായല്ലോ ഈ ജനങ്ങളുടെ വികാരം. സിന്ധു ഒരു ജനപ്രതിനിധിയാണ്, വെറും ഒരു എഴുത്തുകാരി മാത്രമല്ല. അവരുടെ വികാരങ്ങൾ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. താങ്കൾ ഇതിന് മറുപടി നൽകിയാലും. തീർച്ചയായും ഞാൻ ഈ ജനവികാരം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭരണത്തിന് കാലയളവുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ സുനീർ ഇറക്കുന്നതാണെന്ന് ഞാൻ ഇറക്കിയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും സെക്രട്ടറി രാജിവെക്കണം. നിങ്ങൾ ഈ സ്മാർട്ട് സിറ്റി പോലെ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ എന്തിറക്കും ഇപ്പൊ പറയണം. അതെ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്മാർട്ട് സിറ്റി പോലെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാധനമാണോ സുനീർ? അങ്ങനെയെങ്കിൽ എനിക്ക് ചില വ്യക്തമായ ചില രേഖകൾ ഇവരെ സമർപ്പിക്കാനുണ്ട്. വ്യക്തമായ ചില കാരണങ്ങൾ ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, വ്യക്തമായ പോയിന്റ് വൈസ് ചില റിപ്പോർട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതെ, അദ്ദേഹം ഇവിടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഇനീഷ്യലായി നോക്കിയാൽ തന്നെ താങ്കൾക്ക് പരിശോധിക്കാം. കളർ റിപ്പോർട്ടാണ്, ഇത് പരിശോധിക്കാനൊന്നുമില്ല, ഇതൊന്നുമില്ല. അതെ, അതിനെതിരായി മറ്റെന്തെങ്കിലും റിപ്പോർട്ട് താങ്കളുടെ ഭാഗത്തുണ്ടോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? അടിസ്ഥാനരഹിതമായ തെളിവുകൾ ആരോപിച്ചിട്ട് കാര്യമില്ല. ഈ ശ്രീ അജിത് ജോയ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇതിലേക്ക് ആവശ്യമായ ലേഖനങ്ങളിൽ 10% പോലും ലഭിച്ചിട്ടില്ല. ലഭിച്ചിരിക്കുന്ന ലേഖനങ്ങളുടെ പേജുകളൊക്കെ വെച്ച് നോക്കിയാൽ വളരെ വളരെ ചെറിയൊരു സൂനീറെ ഇറങ്ങുള്ളൂ എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇത് അജിത് ജോയിയുടെ ഒരു ഉദാസീനതയാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഒരു പിന്തുണ ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നു. ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് പൂർണ്ണമായ ഒരു ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. പിന്തുണ ലഭിച്ചാൽ അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ അവർ ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് സഹകരിച്ച അജിത് ജോയ്ക്ക് പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. അതെ, അങ്ങനെ പോവാണോ? എന്താ എവിടെ പോവാണ്? നിങ്ങൾ എന്താണ് സമർപ്പിച്ചിട്ടുള്ളത്? ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾ ഈ സെക്രട്ടറി ഇവിടുന്ന് പോയ പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഹലോ മിസ്റ്റർ, നിക്കണം. ഞാൻ പറഞ്ഞത് ഈ സെക്രട്ടറി ഇവിടെ ജോയിൻ ചെയ്ത പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ആനിവേഴ്സറി നടത്തിയിട്ടില്ല, കഴിഞ്ഞ തവണത്തെ മത്സരം നടത്തിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊരു സമ്മാനം തന്നിട്ടില്ല, ഇവിടെ ചെയ്യാനും നടത്താറില്ല. ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതും ഇതൊക്കെ നടത്തും. അടിസ്ഥാനരഹിതമായ ഇത് ലോകം മുഴുവൻ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്തരം നിങ്ങളുടെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് അത് ചാനലിൽ കാണിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പക തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അതെ, ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ ലേഖനങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ ഇത്രയും നേരം ഞങ്ങളോട് ഒന്ന് സംസാരിച്ചിട്ട് അവസാനം പുള്ളിയെ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ടല്ലോ. സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് ചാനലിന്റെ ഭാഗമാണ്. ഇത് ലോകം മുഴുവൻ ഒരേ സമയം കാണുന്നതാണ്. ഇത് ഞങ്ങൾക്ക് സത്യത്തിന്റെ ഭാഗത്തെ ഞങ്ങൾ പുള്ളി 2 പേപ്പർ എടുത്ത് തന്നപ്പോഴത്തേക്ക് അത് കറക്റ്റാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നാളെ 2 പേപ്പർ കൊണ്ടുവരാം. നിങ്ങൾ രാവിലെ കോട്ടാന്ന് പറഞ്ഞിട്ട് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് ഇട്ടുകൊണ്ടിരിക്കും.
നിങ്ങൾ ദിവസം വായിക്കണ്ട ഇവിടെ. നിങ്ങൾ ന്യൂസ് വായിച്ചിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ? പിന്നെ നിങ്ങൾ ഒരു പൊട്ട കൂട്ട് വിട്ടുണ്ടോ ഇവിടെ? എനിക്ക് എന്താ വോട്ട് വായിക്കാൻ അറിയത്തില്ല. എനിക്ക് ന്യൂസ് വായിക്കാൻ അറിയത്തില്ല നിങ്ങളെ വിചാരം. ഞാൻ പാരമ്പര്യമായിട്ട് ന്യൂസ് വായിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ അപ്പനപ്പന്മാരായിട്ട് ഞങ്ങൾ ന്യൂസ് വായിക്കുന്നത്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കഴിയൂടെ? നിങ്ങൾക്കൊന്ന് കുളിച്ചുകൂടെ? നാണുണ്ടോ? ന്യൂസ് വായിക്കാന്ന് പറഞ്ഞോണ്ടൊന്ന് ഇരുന്നിട്ട് അവന്റെ ഒരു റിപ്പോർട്ട്. ഇനി എന്താണ് വാർത്തയുള്ളത്? നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് അവനെ കാട്ടി നന്നായിട്ട് വാർത്ത വായിക്കാൻ അറിയാം. സത്യമായിട്ടും വായിക്കാൻ അറിയാം. അപ്പോൾ അടുത്ത വാർത്ത. ഇപ്പോൾ CGAG ചർച്ചിൽ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയവനെ നിങ്ങൾ വാർത്ത കേട്ടവരാരും തല്ലിക്കൊന്നില്ലെങ്കിൽ നാളെ ഇതേ സമയം വാർത്തകൾ തുടരുന്നതായിരിക്കും. ഇപ്പോൾ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഡേവിസ് 28. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉറക്കത്തിൽ വാട്സപ്പ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അലൻ ഈയിടെ തെളിയിച്ചു. ഇത്തരം നല്ല ആശയങ്ങൾ നൽകിത്തുന്ന വളരെ നന്ദി പാസ്റ്റർ മനോജ് CV. ആക്ഷൻ ഞാനല്ലേ ആക്ഷൻ തന്നോട് പറഞ്ഞത്. പതുക്കെ ഒന്നായിട്ട് പറ. ക്യാമറമാൻ ഉണ്ടോ? തീർച്ചയായും മനീഷ് അദ്ദേഹത്തെ വീണ്ടും വിളിക്കുവാൻ ആക്ഷൻ തീർച്ചയായും മനീഷ് അദ്ദേഹത്തെ വീണ്ടും വിളിക്കും എന്ന് നാം എനിക്ക് തോന്നുന്നു. ആക്ഷൻ അത്തരം അടിയന്തര സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിടാൻ സജ്ജമാണോ? ആക്ഷൻ ഒന്നുകൂടി ഉഷാറായിട്ട് അത്തരം അടിയന്തര സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിടാൻ സജ്ജമാണോ? അതെ മനീഷ്, വ്യക്തമാണ്. ഇതേപോലെ അടിയന്തര അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ മാത്രം സഭയിൽ കടന്നു വരുന്ന സിബിൻ ബേബി എന്ന വ്യക്തി എല്ലാ ആഴ്ചയിലും ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ CGAG വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറമാനോടൊപ്പം ക്യാമറമാൻ ജെഫിനോടൊപ്പം ഫെബിൻ, ഏഷ്യാനെറ്റ്, CGAG ന്യൂസ്. നിക്ഷേപിച്ച മംഗളയാൻ വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. ഇന്ത്യയിൽ 4G ലോഞ്ച് ചെയ്തു. അതുപോലെ എല്ലാവർക്കും കണ്ണാടിലേക്ക് സ്വാഗതം. വരാൻ നേരത്തെ ഇവിടെ താസുള്ളിൽ നിന്ന് പോലീസ് പിടിച്ചത് 200 രൂപ ഫൈൻ. DL ഇല്ല, LL ഇല്ല, ഹെൽമെറ്റ് ഇല്ല. 200 രൂപ മാത്രം ഫൈൻ. ഞാനും അതൊന്നും 100 രൂപ വെച്ച് 200 രൂപ കൊടുത്തിട്ട് എസ്കേപ്പായിട്ട് വന്നു. വണ്ടി എടുത്തോണ്ട് അബോധാവസ്ഥയിൽ വാട്സപ്പ് ഉപയോഗിച്ച അലന് പറ്റിയ ഒരു കയ്യബദ്ധം. CGAG വാട്സപ്പിന്റെ ജീവൻ ഗ്രൂപ്പ്